ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ സത്യം ഞാൻ പറഞ്ഞപ്പോ പരമ പുച്ഛമല്ലായിരുന്നോടി നിനക്ക്? നൊന്തുപെറ്റ കുഞ്ഞിനെ അകത്താക്കിയപ്പോഴെങ്കിലും നിനക്കത് ബോധ്യായോ? വാടക വീട്ടിലേക്കെന്നും പറഞ്ഞ് തലവെച്ച വഴിക്ക് പോയവളല്ലേ? അവളെ കൊണ്ടുവന്ന് കുടിയിരുത്താതെ നിനക്ക് വെള്ളം ഇറങ്ങില്ലായിരുന്നല്ലോ. മോളെ ഹലോ സാർ, രാജീവ് വധക്കേസിൽ ജഗനെ ACP അറസ്റ്റ് ചെയ്തു. സാർ, ACPയുടെ മുന്നിൽ ജഗൻ നേരിട്ട് വന്നാണ് കുറ്റം സമ്മതിച്ചത്. സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് മാത്രമാണ് ഈ രഹസ്യം ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞത്. ശരി സാർ. എന്താ വിഷമിച്ച് നിൽക്കുന്നേ? എന്തു പറ്റി? ആരാ ഇപ്പൊ വിളിച്ചത്? എന്താ സംഭവിച്ചെന്നൊന്ന് പറഞ്ഞൂടെ? നിന്നോട് പറയാൻ നീ എപ്പോഴായാലും നീ അറിയുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. രാജീവ് വധക്കേസിൽ നമ്മുടെ മോനെ അറസ്റ്റ് ചെയ്തു. ജഗനെ അറസ്റ്റ് ചെയ്തെന്നോ? ആ കേസിലെ പ്രതിയായിട്ടല്ലേ ആ വിനുവിനെ അറസ്റ്റ് ചെയ്തത്? പക്ഷെ ജഗൻ ACPയുടെ മുന്നിൽ നേരിട്ട് നിന്ന് കുറ്റം സമ്മതിച്ചാല് അറസ്റ്റ് ചെയ്യാതിരിക്കുവോ? ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? സത്യത്തിൽ എന്റെ മോനെ കേസുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. സംഭവ ദിവസം അർജന്റായിട്ട് എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാനാണ് ജഗനെ കൊണ്ട് ഓവർ സ്പീഡിൽ വണ്ടി ഓടിപ്പിച്ചത്. കാറ് നിയന്ത്രണം തെറ്റി രാജീവിന്റെ വണ്ടിയിൽ ഇടിച്ചതാ. എടേ വയസ്സായി എനിക്ക് പോലും ഈ റോഡ് നന്നായിട്ട് കാണാം. ഒന്നുമില്ല, നീ ചവിട്ടി വിട്, അല്ലെ നീ ഇങ്ങോട്ട് ഞാൻ ഓടിക്കാം. വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. അതാണെന്ന് സംഭവിച്ചത്. അപകടം നടന്നിട്ട് കാലം കുറെ ആയില്ലേ? എന്നിട്ട് ജഗൻ ഇത്രയും കാലമായിട്ടും അതിനെക്കുറിച്ച് എന്താ പറയാതിരുന്നത്? അവൻ ഓടിച്ചിരുന്ന കാറടിച്ചാണ് മരണം സംഭവിച്ചെന്നുള്ള സത്യം ജഗൻ അറിയില്ലായിരുന്നു.
ആ അപകടത്തിൽപ്പെട്ടവർ പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്ന് ജഗനോട് പറയാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പാടാക്കി. ഈശ്വര, എന്റെ കുഞ്ഞ്. ആ ഡോക്ടറുടെ വാക്ക് വിശ്വസിച്ച ജഗൻ പിന്നെ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണല്ലോ രാജീവിന്റെ കേസ് റീ എൻക്വയറി തുടങ്ങിയത്. ജഗന് പകരം കുറ്റം ഏറ്റെടുക്കാൻ ഒരു പ്രതിയെ ഏർപ്പാടാക്കി തന്നത് പാർട്ടി സെക്രട്ടറിയാ. വിനു എന്ന ആളെ വിലക്കെടുത്ത് കുറ്റം ഏറ്റെടുപ്പിച്ചതും ഇതേ സെക്രട്ടറി തന്നെയാ. പിന്നെ എങ്ങനെ എന്റെ മുൻ ജഗൻ? അത് എന്റെ കുറ്റം കൊണ്ടാണ് സുമലതേ. യഥാർത്ഥ കുറ്റവാളി ജഗനാണെന്ന സത്യം ജഗനോട് പറഞ്ഞത് ഞാൻ തന്നെയാ. അവന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു പോയതാ. ഒരിക്കലും കുറ്റം ഏറ്റെടുക്കരുന്ന് അവന്റെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിച്ചതാ. അനുസരിച്ചില്ല. ഇനി എന്ത് ചെയ്യണമെന്നൊരു രൂപമില്ല സുമേ. എന്റെ കുഞ്ഞിന്റെ ഭാവി തൊലഞ്ഞല്ലോ ഭഗവാനെ. എന്തിനാണോ നിന്റെ അച്ഛൻ ഇങ്ങനെ നിന്ന് മോങ്ങുന്നത്? ഏത് മോന്റെ ഭാവിയാണോ തൊലഞ്ഞത്? രാജീവ് വധക്കേസില് ജഗൻ അറസ്റ്റ് ചെയ്ത് വെച്ച്. ജഗനെ അറസ്റ്റ് ചെയ്തെന്നോ? ഏത് വകുപ്പിലാണ് അറസ്റ്റ് ചെയ്തത്? മനസ്സിലായി, മനസ്സിലായടാ കരുണാകരാ. എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? ഇളിക്കുവടാ, ഇളിക്കും. ജഗനെയും കൊണ്ട് വന്ദനാറാണി ACPയുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നെന്ന് കേട്ടപ്പോഴേ എനിക്ക് പന്തികേട് മണത്തതാ. പക്ഷെ സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ വിലങ്ങിട്ട് പൂട്ടിക്കാനാണെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ അത് ചെയ്യും, അവളെ അത് ചെയ്യൂ. എടി, വഴിവിട്ട് നടക്കുന്നവളാ വന്ദന. ഈ കുടുംബത്തെ മുച്ചൂട് മുടിക്കുകയാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി കുറുപ്പിനെ കരുതേച്ച് തറ പറ്റിക്കാനാ അവളുടെ പുറപ്പാട്. ആ സത്യം ഞാൻ പറഞ്ഞപ്പോ പരമ പുച്ഛമല്ലായിരുന്നോടി നിനക്ക്? നൊന്തുപെറ്റ കുഞ്ഞിനെ അകത്താക്കിയപ്പോഴെങ്കിലും നിനക്കത് ബോധ്യായോ? വാടക വീട്ടിലേക്കെന്നും പറഞ്ഞ് തലവെച്ച വഴിക്ക് പോയവളല്ലേ? അവളെ കൊണ്ടുവന്ന് കുടിയിരുത്താതെ നിനക്ക് വെള്ളം ഇറങ്ങില്ലായിരുന്നല്ലോ. തിരിച്ചു വന്നത് മഹാലക്ഷ്മിയല്ല, മൂദേവിയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? വണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കാതെ ജഗനെ പോയി ഇറക്കാൻ നോക്കടാ. എന്റെ മോനെ അവനെ ഞാൻ ഇറക്കിയിരിക്കും. മാനത്തെ കൊട്ടാരം